ഈ SSLC പബ്ലിക് പരീക്ഷയിൽ ഫിസിക്സിൽ എല്ലാ വർഷവും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാൻ പോകുന്നത്. ഈ 5 ചോദ്യങ്ങൾ മക്കളെ നിങ്ങൾ പഠിക്കാതെ പോകരുത്. ഓക്കെ, റെഡി ആണല്ലോ? പിന്നെ അറിയാം, നമ്മൾ അടിപൊളിയായിട്ട് ഓരോരോ വീഡിയോസിലും നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതൊന്നും മിസ് ചെയ്യാതെ കാണുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈവ് മിസ്സാക്കരുത്, കാരണം ലൈവിലാണ് ഫുൾ സാധനം പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, എന്നാലും ഈ 5 ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് എടുത്ത് പഠിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോരോ ചോദ്യങ്ങൾ ഏതാണെന്ന് നോക്കാം. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു സാധനം. എന്താ ചോദ്യം? വിച്ച് മെറ്റീരിയൽ ഇസ് യൂസ്ഡ് ആസ് ഹീറ്റിംഗ് കോയിൽ, ഗിവ് 4 പ്രോപ്പർട്ടീസ്. ആരാണ് നമ്മൾ ഹീറ്റിംഗ് കോയിൽ ആയിട്ട് ഉപയോഗിക്കുക? നമുക്ക് എല്ലാവർക്കും അറിയാം, നിക്രോം ആണെന്നല്ലേ. അപ്പോൾ അത് എഴുതി വെക്കണം, നിക്രോം ആണ്. പിന്നെ പഠിക്കുമ്പോൾ കൂടി പഠിച്ചേക്ക്, നിക്രോം എന്ന് പറഞ്ഞ ഒരു അലോയ് ആണ്, ലോഹസങ്കരമാണ്. ആരുടെയൊക്കെ അലോയ് ആണ്? അലോയ് ഓഫ് നിക്കൽ, ക്രോമിയം ആൻഡ് Fe എന്ന് പറഞ്ഞ അയേൺ ആണ്. അപ്പോൾ ഇവരെ 3 പേരുടെയും കൂടെ ഉള്ള ലോഹസങ്കരമാണ് ആര്? നമ്മുടെ നിക്രോം എന്ന് പറഞ്ഞാൽ. നിക്രോമിന്റെ പ്രോപ്പർട്ടീസ് എപ്പോഴും ചോദിക്കും. 4 പ്രോപ്പർട്ടികൾ ബൈഹെഡ് പഠിച്ച് വെച്ചേക്കും. ഏതൊക്കെയാണ്? 1 ഹൈ റെസിസ്റ്റിവിറ്റി, ഉയർന്ന റെസിസ്റ്റിവിറ്റി. 2 ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഉയർന്ന ദ്രവണാങ്കം. 3 ഹൈ ഡക്റ്റിലിറ്റി, നേർത്ത കമ്പികളാക്കാൻ നമുക്ക് കഴിയും. ആൻഡ് ലാസ്റ്റ് പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എബിലിറ്റി ടു റിമെയിൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. ഓക്സിഡൈസ്ഡ് ആവാതെ റെഡ് ആയിട്ട് കളറിൽ ഇങ്ങനെ നിൽക്കാനുള്ള കഴിവുണ്ട്. റെഡി? ഈ 4 പ്രോപ്പർട്ടീസ് പഠിച്ചു വെച്ചോ, പരീക്ഷ ചോദിക്കും. ഇനി എങ്ങാനും ഇത് ചോദിച്ചില്ലെങ്കിൽ എന്ത് ചോദിക്കുന്നറിയോ? ഇത് ചോദിച്ചിരിക്കും, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ആസ് ഫിലമെന്റ്. ഹീറ്റിംഗ് കോയിൽ നിക്രോം വരുന്നത്, ഫിലമെന്റ് ആരാണ്? ടങ്സ്റ്റൺ ആണ്. അതിൻ്റെ 4 പ്രോപ്പർട്ടി. ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങളുടെ പരീക്ഷയിൽ നല്ലൊരു ചാൻസ് ഉണ്ട്, എപ്പോഴും ചോദിക്കുന്നത്. ടങ്സ്റ്റൺ എന്നാണ് മക്കളെ പ്രോപ്പർട്ടീസ്, സെയിം പ്രോപ്പർട്ടിയാണ്. ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ഡക്റ്റിലിറ്റി. അവസാനത്തെ പ്രോപ്പർട്ടി മാത്രമേ വ്യത്യാസമുള്ളൂ. എന്താ വ്യത്യാസം? എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ. പരീക്ഷയിലാണ് ചോദിക്കാം, എന്തുകൊണ്ടാണ് നിക്രോം ഫിലമെന്റ് ഉപയോഗിക്കാത്തത്? കാരണം നിക്രോമിന് ഈ ഒരു പ്രോപ്പർട്ടി ഇല്ല എന്ന് പറയണം. അപ്പോൾ ഏതെങ്കിലും ഒരു ചോദ്യം ഓൾമോസ്റ്റ് ഷുവർ ആണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. സർ, രണ്ടാമത്തെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഇതാ ഈ ഐറ്റം, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ലൗഡ് സ്പീക്കർ. ഒന്ന് പഠിച്ചു വെച്ചേക്ക്. എങ്ങനെ ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യാം മക്കളെ? ഇലക്ട്രിക്കൽ സിഗ്നലിൽ മൈക്രോഫോണിൽ നിന്ന് വോയിസ് കോയിലേക്ക് എത്തുന്നു. ഓക്കെ, ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ അവസാനം പുറത്തേക്ക് സൗണ്ടാണ് വരുന്നത്, ഉള്ളിലേക്ക് വരുന്ന ഇലക്ട്രിക് സിഗ്നലാണ്. ഇലക്ട്രിക് സിഗ്നൽ എവിടെ എത്തുന്നു? വോയിസ് കോയിൽ എത്തുന്നു. അപ്പോൾ വോയിസ് കോയിലിൽ കറണ്ട് ഉണ്ട്. വോയിസ് കോയിൽ എക്സ്പീരിയൻസസ് ടു ആൻഡ് ഫ്രോ മോഷൻ ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. വോയിസ് കോയിൽ വെച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ അതിൽ കിടന്നിട്ട് എന്താണ്? ടു ആൻഡ് ഫ്രോ മോഷൻ. അതിനെ വിളിക്കുന്ന പേരാണ് മോട്ടോർ പ്രിൻസിപ്പിൾ. സ്റ്റെപ്പ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. വോയിസ് കോയിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന വെച്ചാൽ മതി. ഇലക്ട്രിസിറ്റി എത്തുന്നു, വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സിമ്പിൾ പരിപാടി. ദ ഡയഫ്രം വൈബ്രേറ്റ്സ് അക്കോർഡിംഗ്ലി ടു പ്രൊഡ്യൂസ് സൗണ്ട്. വോയിസ് കോയിലിന്റെ തൊട്ടപ്പുറത്ത് ആര് കിടപ്പുണ്ട്? ഡയഫ്രം കിടപ്പുണ്ട്. വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഡയഫ്രം കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. ഇത്രയുള്ളൂ. 3 സ്റ്റെപ്പ് വെറുതെ ഒന്ന് എഴുതി വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? വലിയ ബുദ്ധിമുട്ട്. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി സാർ ഇത് ചോദിച്ചില്ലേ വേറെ ഇത് ചോദിക്കാൻ ചാൻസ്? ഇത് ചോദിച്ചില്ലെങ്കിൽ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൂടി പഠിച്ചു വെച്ചേക്കും. സാർ ഇതൊക്കെ എവിടുന്നാ പഠിക്കുക? എല്ലാം നമ്മുടെ ഇന്നത്തെ ലൈവിൽ പഠിപ്പിക്കുന്നുണ്ട്. വന്ന് ലൈവ് കാണാം. അത്രമാത്രം നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇത് മാത്രം 5 ചോദ്യങ്ങൾ മാത്രം പഠിച്ച് ഒരിക്കലും പരീക്ഷയ്ക്ക് പോകരുത്. കാരണം ഇത് മാക്സിമം പഠിച്ചാൽ തന്നെ എത്ര മാർക്ക് കിട്ടും? ഇതെല്ലാം കൂടെ എന്താണ് കറക്റ്റ് നിങ്ങൾക്ക് വേണ്ട പോലെ തരണമെന്നൊന്നുമില്ല. രണ്ടും ചിലപ്പോൾ ഓവർ ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ഒരു മൈക്രോഫോൺ, ഒരു ലൗഡ് സ്പീക്കർ, അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇത് മാത്രമായിട്ട് പഠിച്ചു പോകരുത്. പക്ഷേ ഇതെന്തായാലും പഠിക്കണം. മൈക്രോഫോണും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്ക്. ഓക്കെ, റെഡി, സെറ്റ്. അടുത്തത് എപ്പോഴും ചോദിക്കുന്ന റേറ്റാണ് ട്രാൻസ്ഫോമറിൻ്റെ ന്യൂമറിക്കൽ. ഇതെല്ലാ വർഷം ചോദിക്കും. പഠിച്ചു വെച്ചാൽ എന്തായാലും ഒരു ഷുവർ മാർക്ക് തന്നെയാണ്. ഓക്കെ, 2 മാർക്സോ 3 മാർക്സോ മിനിമം ഇവിടുന്ന് മാത്രം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ചോദ്യം വായിച്ചു നോക്കാം. നമ്പേഴ്സൊക്കെ മാറ്റിയിട്ടായിരിക്കും വരട്ടോ. ഇതേ നമ്പർ വരണം നിർബന്ധമൊന്നുമില്ല. ട്രാൻസ്ഫോമർ വർക്കിംഗ് ഓൺ 240 വോൾട്ട് AC സപ്ലൈസ് എ വോൾട്ടേജ് ഓഫ് 8 വോൾട്ട് ടു ഇലക്ട്രിക് ബെൽ ഇൻ ദ സർക്യൂട്ട്. ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി കോയിൽ ഇസ് ഇത്ര. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി കോയിൽ. എന്താ സംബന്ധം? മക്കളെ, ഒരു ട്രാൻസ്ഫോമറിൻ്റെ ചോദ്യം വന്നാൽ ഇത് വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ചിട്ട് കൺഫ്യൂഷൻ വരും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ട്രാൻസ്ഫോമറിന് പ്രൈമറിയിലെ വോൾട്ടേജിനെ VP എന്നാണ് നമ്മൾ വിളിക്കുക, സെക്കൻഡറിയിലെ VS എന്നാണ് വിളിക്കുക. പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ്, ചുറ്റുകളുടെ എണ്ണത്തിന് NP എന്നും സെക്കൻഡറിയിൽ NS എന്നാണ് വിളിക്കുക. ഓക്കെ, ഇവരാരെങ്കിലുമൊക്കെ ആയിരിക്കും ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവുക. അതാരൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അവിടെ എഴുതി വെച്ചാൽ മതി. നോക്കിക്കേ, വോൾട്ടേജ് ഒരു 240 പിന്നെ ഒരു 8 വോൾട്ടും തന്നിട്ടില്ലേ? അത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. കാരണം വോൾട്ടേജ് അല്ലേ, അങ്ങനെ തീരുമാനിക്കുക.
ട്രാൻസ്ഫോമർ വർക്കിംഗ് ഓൺ 240 വോൾട്ട് AC എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? എന്ത് വോൾട്ടേജിലാണോ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ അതിൻ്റെ പ്രൈമറി വോൾട്ടേജ് വിളിക്കുന്നത്. അതേ ട്രാൻസ്ഫോമറിന് കിട്ടുന്ന വോൾട്ടേജ് ആണ്, ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഈ ഇൻപുട്ട് വോൾട്ടേജിനാണ് പ്രൈമറി വോൾട്ടേജ് വിളിക്കാത്തേ ഉള്ളൂ. വർക്കിംഗ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടുന്ന വോൾട്ടേജ് ആണ്, ഇൻപുട്ട് വോൾട്ടേജ് ആണ്, പ്രൈമറി വോൾട്ടേജ് ആണ്. ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, റെഡി? അത് എത്രയാണ്? 240. ഇപ്പോൾ മറ്റെന്താണ്? സപ്ലൈസ് എ വോൾട്ടേജ്, അത് കൊടുക്കുന്ന വോൾട്ടേജ്, സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, അതാണ് സെക്കൻഡറിയിലെ വോൾട്ടേജ്. അത് എത്രയാണ്? 8 വോൾട്ട്. പിന്നെ അവർ പറഞ്ഞു നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറിയിൽ എത്രയാണ് മക്കളെ? 4800 നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ, സിമ്പിൾ. അങ്ങനെയാണ് സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കണ്ടുപിടിക്കണം. ഇത്രയുള്ള സംഗതി. ഇപ്പോഴും ഇങ്ങനത്തെ ടൈപ്പ് ചോദ്യമാണ് വരിക. അപ്പോൾ ഏത് ഇക്വേഷൻ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്? സിമ്പിൾ ഇക്വേഷൻ പഠിച്ചു വെക്കുക. VS/VP = NS/NP. നോക്കിക്കേ, സിമ്പിളാണ്. ഇവിടെ 2 വോൾട്ടേജുകളാണ്, അവിടെ നമ്പർ ഓഫ് ടേൺസ് ആണ് രണ്ടെണ്ണമുള്ളത്. എസിൻ്റെ പോലെ തന്നെയായിരിക്കും അവിടെ എസ് ഉണ്ടാവും. ഇവിടെ മുകളിൽ എസ് ആണ്, അവിടെ മുകളിൽ എസ് ഉണ്ടാവും. ഇവിടെ താഴെയാണ് ബി, അവിടെ താഴെയായിരിക്കും ബി. ആ സെയിം ഓർഡറിലായിരിക്കും ഉണ്ടാവുക. അത്രയും പഠിച്ച് മനസ്സിലാക്കി വെച്ചാൽ നേരെ തിരിച്ചും വേണം എഴുതാം കേട്ടോ. ഇവിടെ VP/VS എന്ന് എഴുതാം, അപ്പോൾ അവിടെ NP/NS എന്ന് എഴുതണം. ഞാൻ ഇങ്ങനെ എഴുതാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ട NS അല്ലേ. അപ്പോൾ NS മുകളിൽ വന്നാൽ പണി എളുപ്പമായിരിക്കും, NS താഴെ വന്നാൽ വെറുപ്പിക്കലാവും. അപ്പം മുകളിൽ വരുന്ന രീതിയിൽ എഴുതി, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇവനെ മാത്രം ഇവിടെ നിർത്തി മറ്റൊന്ന് അങ്ങോട്ട് പറഞ്ഞുവിട്. അപ്പോൾ NS കിട്ടില്ലേ? കിട്ടും. അപ്പോൾ ഇവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ NS മാത്രം ഒരു സൈഡിലുണ്ടാവും, NP ഇതാ മുകളിലേക്ക് എത്തും, ഇവൻ്റെ കൂടെ എത്തും. ഇറ്റ് ഇസ് VS/VP. NP താഴ്ന്ന് മുകളിലേക്ക് എത്തി. സിമ്പിൾ. ഓക്കെ, ഇട്ട് കൊടുക്ക്, പരിപാടി തീർക്ക്. VS എത്രയാ? 8. VP 240 ഇൻറ്റു NP 4800. 24 48 തമ്മിൽ ബന്ധമുണ്ട്. 24 ഡബിളാണ് 48. അപ്പോൾ 240ൻ്റെ ഡബിൾ ആയിരിക്കും 480. അപ്പോൾ 240 480 ഡബിൾ ആയതുകൊണ്ട് 2 എന്ന് എഴുതാം. പിന്നെ ഒരു 0 കൂടെ ഉണ്ട്, ആ 0 കൂടെ കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് എഴുതി വെക്കാം. ബേസിക്കലി 240 20 തവണയായിരിക്കും എന്തുണ്ടാവുക? 4800 ഉണ്ടാവും. 20ൻ്റെ 8, 8ൻ്റെ 2 എന്ന് പറഞ്ഞാൽ 16. അപ്പോൾ 16 എന്ന് എഴുതി. പക്ഷേ 8ൻ്റെ 2 മാത്രമാണ്, ഈ 0 കൂടെ ഞാൻ എഴുതണം. കഴിഞ്ഞു. യൂണിറ്റ് ഒന്നും എഴുതണ്ട, കാരണം നമ്പർ ഓഫ് ടേൺസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞു. ഇത് ബേസ്ഡ് ആയിട്ടൊരു ചോദ്യം പരീക്ഷയിൽ എന്തായാലും എക്സ്പെക്ട് ചെയ്തോ. ആകെയുള്ള സൈഡിൽ ഇത് വൃത്തിക്ക് എഴുതി വെക്കാൻ പറ്റണം. അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫോർമുല ഉപയോഗിക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചു, ഒരു ഫോർമുല കൂടെ ഉണ്ട്, പവറിൻ്റെ ഫോർമുല. പവർ പ്രൈമറിയിലെ പവർ VP/IP, സെക്കൻഡറിയിലെ പവർ VS/IS-ഉമാണ്. അപ്പം എങ്ങാനും പരീക്ഷയിൽ അവർ IP തന്നു, പിന്നെ VPയും VS-ഉം ഒക്കെ തന്നു അല്ലേ, VP തന്നു, VS തന്നു, ഇത് ചോദിക്കുകയാണ് എന്താണ് IS എന്ന് ചോദിക്കുകയാണ്. സെക്കൻഡറിയിൽ കറണ്ട് എന്നാ ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഫോർമുല ഉപയോഗിക്കണം? നിങ്ങളിതാ ഈ പവർ ഇവിടെ ഒഴിവാക്കി വന്നിട്ട് ഇത് ഉപയോഗിക്കാം. എങ്ങനെ സാർ ഉപയോഗിക്കുക? അത് വളരെ സിമ്പിൾ അല്ലേ. VP അറിയാം, IP അറിയാം, VS അറിയാം, ഇതിനെ മാത്രമല്ല അറിയാത്തുള്ളൂ. മറ്റൊന്നും അങ്ങോട്ട് പറഞ്ഞൂടെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പരിപാടി തീർക്കുക. ഈ 2 ചോദ്യം ട്രാൻസ്ഫോമറിന് പോസിബിൾ ഉള്ളൂ. അതെന്തായാലും അവർ ചോദിച്ചിരിക്കുകയും ചെയ്യും. പഠിച്ചു പോവല്ലേ ബുദ്ധി. അത്രയുള്ളൂ. ട്രാൻസ്ഫോമറിനെ ചോദ്യം വന്നാൽ നിങ്ങൾ ചെയ്തോളും, പ്രശ്നമില്ല. എപ്പോഴും ചോദിക്കുന്നതാണ്, പഠിച്ചു വെച്ചേക്കാം. 4th ചോദ്യം. അപ്പം 3 ചോദ്യങ്ങൾ എല്ലാ വർഷവും ചോദിക്കുന്നതാണ്, പഠിക്കാതെ പോകരുത്. ഓക്കെ, ഇതുവരെയുള്ള ചോദ്യങ്ങൾ മനസ്സിലായെങ്കിൽ, പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്, ഒരു യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്. സാർ കൊള്ളാം, സാർ മോശമില്ല. അടുത്ത പടി. ഇഫ് ഒബ്ജക്റ്റ് ഇസ് കെപ്റ്റ് at 15 centimeter and image appears on same side at 30 centimeter from the mirror, find the focal length of the mirror. മിറർ ഫോർമുല ഉപയോഗിച്ചുള്ള ചോദ്യം, അതില്ലാത്ത പേപ്പർ ഇല്ല, ലിറ്ററലി ഇല്ല, അങ്ങനത്തെ പേപ്പർ ഇല്ല. എന്തായാലും ചോദിച്ചിരിക്കും. ഇവിടെ മനസ്സിലാക്കേണ്ട കുറച്ച് സത്യങ്ങളുണ്ട്. ഫസ്റ്റ് സത്യം, ഇതിൽ ഏത് മിററാണെന്ന് കൊടുത്തിട്ടില്ല. 2 ടൈപ്പ് മിറർ ഉണ്ട്, കോൺകേവ് ഉണ്ട്, കോൺവെക്സ് ഉണ്ട്. ഏത് മിററാണെന്ന് കൊടുത്തിട്ടില്ല. അപ്പോൾ എങ്ങനെ മനസ്സിലാക്കും? കാരണം ഏത് മിററാണെന്ന് മനസ്സിലാക്കാണ്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്യും, പക്ഷെ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഈ ചോദ്യത്തിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റും, ചില വേറെ ചോദ്യത്തിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് സത്യങ്ങൾ മനസ്സിലാക്കണം. 2 ടൈപ്പ് മിറർ ഉണ്ട്, വേഗം കാര്യങ്ങൾ പറഞ്ഞുതരാം, മനസ്സിലാക്കേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. 2 ടൈപ്പ് മിറർ ഉണ്ട് മക്കളെ. ഒന്ന് ഈ മിറർ, പിന്നെ ഒരു ഈ മിറർ. റിഫ്ലക്റ്റിംഗ് സർഫസ് ഇതാട്ടോ, റിഫ്ലക്റ്റ് ചെയ്യുന്ന സർഫസ്. ഓക്കെ, സ്മൂത്ത് ആയിട്ടുള്ള സർഫസ്. മറ്റേത് ബാക്കാണ്, ബാക്ക്. ഇവനെയാണ് നമ്മൾ കേവ് പോലെ, ഗുഹ പോലെ അല്ലേ ഇവനുള്ളത്. അപ്പോൾ അവനെ നമ്മൾ കോൺകേവ് മിറർ എന്ന് വിളിക്കും. മറ്റേത് എന്താണ്? കോൺവെക്സ് മിററാണ്. ഓക്കെ, എപ്പോഴും നമ്മൾ ഒബ്ജക്റ്റ് വെക്കുക എവിടെയാണ് മക്കളെ? എപ്പോഴും നമ്മൾ ഒബ്ജക്റ്റ് വെക്കുക, വസ്തു വെക്കുക എപ്പോഴും ലെഫ്റ്റ് സൈഡിലാണ്.
ഇവിടെയും ലെഫ്റ്റ് സൈഡിലാണ്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഓക്കെ, സിമ്പിൾ പരിപാടി. ഇനി മിററിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ മനസ്സിലാക്കണം. കോൺവെക്സ് മിറർ എപ്പോഴും വെർച്വൽ മിഥ്യയായിട്ടുള്ള ഇമേജാണ് ഉണ്ടാക്കുക. കോൺവെക്സ് മിറർ എപ്പോഴും വെർച്വൽ ആയിട്ടുള്ള ഇമേജ് ഉണ്ടാക്കുള്ളൂ. എന്താ സാർ വെർച്വൽ എന്ന് പറഞ്ഞാൽ? വെർച്വൽ എന്ന് പറഞ്ഞാൽ മിററിൻ്റെ ഇതിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവും, ദർപ്പണത്തിൻ്റെ ഉള്ളിലേ ഇമേജ് ഉണ്ടാവുള്ളൂ. എപ്പോഴും ഇവിടെ ഇമേജ് ഉണ്ടാവുള്ളൂ. മനസ്സിലാക്കി വെക്കുക. എപ്പോഴും മിററിൻ്റെ ഉള്ളിൽ അഥവാ റൈറ്റ് സൈഡിൽ ഇമേജ് ഉണ്ടാവും. എപ്പോഴും, ഓൾവേസ്. ഇത് ഓൾവേസ് ആണ്. മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സിമ്പിൾ പരിപാടി. എന്നാൽ ഇവൻ്റെ കാര്യത്തിലോ കോൺകേവ് രണ്ടും പറ്റും. റിയൽ ഇമേജും പറ്റും, വെർച്വലും പറ്റും. യഥാർത്ഥ ഇമേജും പറ്റും, മിഥ്യയായിട്ടുള്ള ഇമേജും. യഥാർത്ഥ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? യഥാർത്ഥ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്നു, അതായത് ഒബ്ജക്റ്റ് ഉള്ള സ്ഥലത്ത് തന്നെ കിട്ടുന്നു. ഒബ്ജക്റ്റ് ഉള്ള സ്ഥലത്ത് എന്ന് പറഞ്ഞതാണ് ഇവിടെ തന്നെ കിട്ടുന്നത്. ഇവിടെ ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും കിട്ടുക, ഇവിടെ എവിടെയും ഉണ്ട്. ഈ സൈഡിൽ ഒബ്ജക്റ്റ് ഉള്ള സൈഡിൽ കിട്ടും. റിയൽ ആകുമ്പോൾ എപ്പോഴും തലകുത്തന്നെ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും എന്നുള്ള ഒരു സംഗതി കൂടി ഉണ്ട് കേട്ടോ. വെർച്വൽ ഉണ്ടാക്കാൻ പറ്റുമോ? യെസ്, വെർച്വൽ ഉണ്ടാക്കാൻ പറ്റും. മിററിൻ്റെ ഉള്ളിൽ ഇമേജ് ഉണ്ടാക്കാൻ പറ്റും. ഇതും പറ്റും, രണ്ടും പറ്റും. അപ്പോൾ ഈ ഒരു സത്യം മനസ്സിലാക്കിയാൽ എല്ലാ ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സാർ ഇത്രയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ ചോദ്യം വേണ്ടി? ആ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇത്രയും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ പരീക്ഷയിൽ ടഫായിട്ട് ചോദ്യം വന്നാൽ ഇത് അറിഞ്ഞിരിക്കണം. ഇത്തരം കാര്യങ്ങൾ. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് സാർ ഇത് ചോദ്യത്തിൽ ഇപ്പം എന്താ കാര്യം നോക്കണോ? ഇഫ് ഒബ്ജക്റ്റ് ഈസ് കെപ്റ്റ് 15 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇപ്പം തന്നെ വരച്ചു തുടങ്ങി. മിറർ ഏതാ അറിയില്ല, എന്നാലും കുഴപ്പമില്ല. മിറർ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഒബ്ജക്റ്റ് 15 സെൻറ്റിമീറ്റർ മിററിൽ നിന്ന് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഒബ്ജക്റ്റ്, ഇവിടെയാണ് മിറർ. ഏത് മിറർ നമുക്ക് അറിയില്ല. ദി ഇമേജ് അപ്പിയേഴ്സ് ഓൺ സെയിം സൈഡ് അറ്റ് 30 സെൻറ്റിമീറ്റർ. ഇവിടെ ഇമേജ് എവിടെയാണ് വരുന്നത് പറയുന്നത്? ഒബ്ജക്റ്റിൻ്റെ വസ്തുവിൻ്റെ സെയിം സൈഡിലാണെന്ന് പറയുന്നത്. സെയിം സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ, അവിടെയല്ല, മിററിൻ്റെ ഉള്ളിലല്ല. ഓക്കെ, ഇവിടെ തന്നെ എന്ന് പറഞ്ഞാൽ എന്ത് ഇമേജ് ആണോ? വെർച്വൽ ആണോ റിയൽ ആണോ? റിയൽ ഇമേജ് ആണ്. മിററിൻ്റെ ഉള്ളിലാണ്, വെർച്വൽ ആണ്. ഒബ്ജക്റ്റിൻ്റെ സെയിം സൈഡിലാണെങ്കിൽ റിയൽ ഇമേജ് ആ റിയൽ തലകുത്തനെ ആയിരിക്കും. ഓക്കെ, ഇമേജ് വരച്ചു. എത്ര സെൻറ്റിമീറ്റർ ആകാലം? 30 സെൻറ്റിമീറ്റർ ആകാലം. നീ പറ ഏതായിരിക്കും മിറർ? കാരണം പരീക്ഷ അതും ചോദിക്കുക, ഏത് മിററാണെന്ന് ചോദിക്കാം. ഇവിടെ ചോദിച്ചില്ല, പക്ഷെ പരീക്ഷ ചോദിക്കല്ലോ. പ്രത്യേകിച്ച് ടഫായിട്ടാണ് ചോദ്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക അവർ, അല്ലാണ്ട് ഈ ഫോക്കൽ ലെങ്ത് മാത്രമൊന്നുമല്ല. പറ, റിയൽ ഇമേജ് ഉണ്ടാക്കാൻ പറ്റുന്ന ഇവന് മാത്രമല്ലേ ഉള്ളൂ. ഇവന് വെർച്വൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവന് മിററിൻ്റെ ഉള്ളിൽ ഇമേജ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവന് മാത്രമല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നും ആലോചിക്കാനില്ല, മിറർ കോൺകേവ് മിററാണ്. ഇനി ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ യു എന്നാണ് വിളിക്കുക. ഇത് യുവും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസിനെ വി എന്നാണ് വിളിക്കുക. യു എത്രയാണ്, വി എത്രയാണ് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കും. സാർ യു 15 ആണ്. പക്ഷെ ആലോചിക്കണം, ലെഫ്റ്റിലേക്കുള്ള മിററിൽ നിന്നുള്ള ലെഫ്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എല്ലാം നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കുക, റൈറ്റിലേക്കുള്ള എല്ലാം പോസിറ്റീവാണ്. ഇവിടെ രണ്ടുപേരും യു ആയിക്കോട്ടെ വി ആയിക്കോട്ടെ എല്ലാം ലെഫ്റ്റിലേക്കാണ്, മിററിന് ലെഫ്റ്റിലേക്കാണ്. സോ എല്ലാത്തിനെയും നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കണം. -15 സെൻറ്റിമീറ്ററും -30 സെൻറ്റിമീറ്ററും. ഈ ഫോക്കൽ ലെങ്തിൻ്റെ ഫോർമുല സിമ്പിളായിട്ട് പഠിച്ചു വെക്കുക. യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് എഫ്. യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് എഫ് ഇട്ട് കൊടുക്കുക. യു എത്രയാണ്? -15. വി എത്രയാണ്? -30. താഴെ -15 പ്ലസ് -30. മൈനസും മൾട്ടിപ്ലൈ ചെയ്താൽ ഒഴിവായി കിട്ടും. മുകളിൽ വെറും 15 × വെറും 30 ഉണ്ടാവുള്ളൂ. -15 -30 ആഡ് ചെയ്ത് എത്ര കിട്ടുക? -45. 2 മൈനസ് കൂടി ആഡ് ചെയ്ത് വലിയൊരു മൈനസ് നമ്പർ കിട്ടും. 15ഉം 45ഉം 3 തവണയാണ്. 15ൻ്റെ ഡബിൾ ആക്കിയ 30, ട്രിപ്പിൾ ആക്കിയാൽ 45. ഈ മൈനസ് മുകളിലേക്ക് പോയിക്കോട്ടെ. -30/3 ഇറ്റ് ഈസ് -10 സെൻറ്റിമീറ്റർ. അയ്യോ, ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കുമേ. കോൺകേവിൻ്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും നെഗറ്റീവ് ആണെന്ന് ഓർത്ത് വെച്ചു. കോൺകേവ് കേൾക്കുമ്പോൾ തന്നെ ഒരു ഗുഹ നെഗറ്റീവ് വൈബ് കിട്ടുന്നില്ലേ? അത്രേ ഉള്ളൂ. നെഗറ്റീവ് ആയിരിക്കും, മറ്റവൻ്റെ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മിറർ ബേസ്ഡ് ആയിട്ട് ഏത് ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ പഠിക്കേണ്ട ഒരു കാര്യം കൂടെ ഉള്ളൂ. ഇവിടെ മാഗ്നിഫിക്കേഷൻ എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫോർമുല ഒന്ന് പഠിച്ചു വെക്കുക. മാഗ്നിഫിക്കേഷൻ ചോദിച്ചാൽ മിററിൻ്റെ കേസിൽ -v/u ആണ്. ആരാണ് വി? അവിടെ ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചില്ലേ? അത് ഓൾറെഡി തന്നിട്ടില്ലേ? യു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇല്ലേ? ഇട്ട് കൊടുത്താൽ മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ? വേണമെങ്കിൽ ഒരു മാഗ്നിഫിക്കേഷൻ ആൻസർ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത്. അതുകൊണ്ട് എത്ര പേര് ഇവിടെ വരെയെങ്കിലും കാണുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. കാരണം യൂട്യൂബിൻ്റെ അനലിറ്റിക്സ് എടുത്ത് നോക്കിയാൽ അറിയാം എത്ര പേര് ആവറേജ് ഡ്യൂറേഷൻ എത്രയാണെന്നുള്ള ഓരോ വീഡിയോസിൻ്റെ. വലിയ നല്ലതൊന്നല്ല. ഓക്കെ, അപ്പോൾ പലരും അതിൻ്റെ അർത്ഥം എന്താണ്? തമ്മിൽ കാണുന്നു 5 ചോദ്യങ്ങൾ, ജസ്റ്റ് നോക്കിയേക്കാം. അതുകൊണ്ട് കാര്യം കാര്യമൊന്നുമില്ല, അത് ചെയ്യണം. കാരണം പരീക്ഷയിൽ ഇത് വന്നു കഴിഞ്ഞാലും അലക്സ് സാർ പഠിപ്പിച്ചു എന്ന് എനിക്ക് പറഞ്ഞാൽ പോരല്ലോ, നിങ്ങൾ വിചാരിച്ചാലും പോരല്ലോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണ്ടേ?
കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും, നോക്കട്ടെ എത്ര പേര് കാണുന്നുണ്ട് നോക്കട്ടെ. ഓക്കെ, റെഡി ആണല്ലോ. അപ്പോൾ മിറർ വരയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു, വെറുതെ വരച്ചു നമ്മൾ തന്നെ വരച്ചു. ലാസ്റ്റ് ചോദ്യം. അപ്പോൾ ഈ മിററിൻ്റെ സാധനം എല്ലാ വർഷം ചോദിക്കുക, പേപ്പറിൽ എന്തായാലും ഉണ്ടാവും, ഉറപ്പാണ്, ഒറ്റ സംശയമില്ല. കാരണം ആ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വേറെ എന്താ ചോദിക്കാനുള്ളത്? വേറെ കാര്യം ഒന്നും തന്നെ ഇല്ല, ഇതൊക്കെ തന്നെ ഉള്ളൂ ചോദിക്കാൻ. മനസ്സിലാകുന്നുണ്ടല്ലോ. ലാസ്റ്റ് ചോദ്യമാണ് നമ്മുടെ ലെൻസിൻ്റെ ഡയഗ്രാം. എന്തായാലും ചോദിച്ചിരിക്കും, ഇങ്ങനെ ഒരു ചോദ്യമായിരിക്കും വരിക. കംപ്ലീറ്റ് റേ ഡയഗ്രാം. ഒരു ലെൻസ് ഇങ്ങനെ തരും. ഇപ്പോൾ കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, കേവ് അല്ലല്ലോ, അപ്പോൾ കോൺകേവ് അല്ല, കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ 2Fൻ്റെ Fൻ്റെ ഇടയിൽ ഒബ്ജക്റ്റ് വെച്ചു, കംപ്ലീറ്റ് റേ ഡയഗ്രാം. ചിലപ്പോൾ ഒരു വര അവർ വരച്ചു തരും, മറ്റേ വര നമ്മളോട് വരയ്ക്കാൻ പറയും. അപ്പോൾ ഞാനൊന്നും ഇല്ലാണ്ടാണ് ചെയ്യിപ്പിക്കാൻ പോകുന്നത് നിങ്ങളോട്, കാരണം നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണ് വരിക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കോപ്പി ചെയ്യാൻ പറയും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് വരച്ച് വെക്കാൻ പറ്റില്ലോ, കോപ്പി ചെയ്യാൻ പറയും. അപ്പോൾ കോപ്പി ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ P വരച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാപ്പും ഈ ഗ്യാപ്പും ഈ ഗ്യാപ്പും ഈ ഗ്യാപ്പ് എല്ലാം സെയിം ആയിരിക്കണം. അപ്പോൾ സ്കെയിൽ എടുക്കുക, ഒരു 2 സെൻറ്റിമീറ്റർ അളവിൽ പിടിച്ചിട്ട് ഇതെല്ലാം സെയിം ആക്കുക, അല്ലെങ്കിൽ വരയ്ക്കുമ്പോൾ തെറ്റും. മനസ്സിലായില്ലേ? ഓക്കെ. എന്നിട്ട് എങ്ങനെയാണ് സാർ വരയ്ക്കേണ്ടത്? 2 വര വരച്ചാൽ പണി തീരും. എങ്ങനെയാണ് സാർ പണി തീർക്കുക? പിടി, ഒരു റേ ഇങ്ങനെ വരയ്ക്കുക, അതായത് ഈ പ്രിൻസിപ്പൽ ആക്സിസിനോട് പാരലായിട്ട് വരയ്ക്കുക. സാർ ആ പാരലായിട്ട് വരച്ചാൽ എങ്ങോട്ട് പോകും? പാരലായിട്ട് വരച്ചാൽ ഒന്നും ആലോചിക്കാനല്ല മക്കളെ, ഈ ഫോക്കസിലൂടെ ഇതിങ്ങനെ അങ്ങോട്ട് പോയിക്കോട്ടെ, ഫോക്കസിലൂടെ പോകും. പാരലായിട്ടുള്ള ഫോക്കസിലൂടെ പോകും. രണ്ടാമത്തെ അങ്ങോട്ട് എടുക്കണം സാർ, ഒന്നും ആലോചിക്കാനല്ല. രണ്ടാമത് നിങ്ങൾ നേരെ എന്ത് ചെയ്യുക? ഈ Pയിലേക്ക് അങ്ങോട്ട് എടുക്കുക. രണ്ടാമത് നിങ്ങൾ എങ്ങോട്ട് എടുക്കുക മക്കളെ? ഈ Pയിലേക്ക് എടുക്കുക. അപ്പോൾ കുറച്ച് നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുത്തണം, എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, Pയിലേക്ക് എടുക്കുക. ശരിയാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുറച്ച് ബുദ്ധിപരമായിട്ട് ഇവനെ ഒന്ന് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും. സാർ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുക? ഇവിടെ പരീക്ഷയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു മിനിറ്റ് ഞാനിത് കളറൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. പരീക്ഷയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ ഉദ്ദേശിക്കുന്ന അത്രയേ ഉള്ളൂ. 2Fൻ്റെ Fൻ്റെ ഇടയിലാണ് ഒബ്ജക്റ്റ് എങ്കിൽ എവിടെയാണ് ഇമേജ് വരാനാണ്. അത് 2Fൻ്റെ Fൻ്റെ തൊട്ടിപ്പുറത്താക്കുമ്പോഴുള്ള പ്രശ്നം, ബോർഡിൽ വരയ്ക്കാൻ സ്ഥലം ഉണ്ടാവില്ല, നിങ്ങളുടെ പേപ്പറിൽ ചിലപ്പോൾ വരയ്ക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ പ്രാക്ടിക്കലി സംഭവിക്കാൻ ചാൻസ് ഉള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് ബാക്കൗട്ട് ആക്കിയുള്ള ഗുണം നോക്കിക്കോ, നമുക്ക് ഏതാണ്ട് വൃത്തിക്ക് വരയ്ക്കാൻ പറ്റും. സെയിം വരയിൽ വ്യത്യാസമൊന്നുമില്ല, അതിൽ തെറ്റൊന്നുമില്ല. നോക്കിക്കോ, പാരലൈറ്റ് എടുക്കുന്നു, അതെങ്ങനെ പോകുന്നു? പാരലൈറ്റ് എടുത്താൽ ഫോക്കസോട് പോകുന്നു. അതിലൊരു വ്യത്യാസമില്ല കേട്ടോ, നമ്മുടെ ലോജിക്കിലും പരിപാടിയിലും ഒരു വ്യത്യാസമില്ല. ജസ്റ്റ് ആ വരയ്ക്കാൻ കിട്ടണമെങ്കിൽ കുറച്ചൊന്ന് ബാക്കൗട്ട് വെച്ചാൽ മതി. ഓക്കെ. രണ്ടാമത്തെ നിങ്ങൾ നേരെ Pയിലേക്ക് എടുക്കുക. Pയിലേക്ക് എടുത്താൽ നേരെ പോകും, ഒരു വ്യതിയാനം ഉണ്ടാവില്ല, ഒരു ഡീവിയേഷൻ ഉണ്ടാവില്ല, നേരെ അങ്ങോട്ട് പോകും. നോക്കിക്കോ, നേരെ പോയിട്ട് 2 പേരും കൂടെ എവിടെയാണ് കൂട്ടിമുട്ടുന്നത്? ഇവിടെ കൂട്ടിമുട്ടും. എവിടെയാണോ 2 പേരും കൂടെ കൂട്ടിമുട്ടുന്നത് അവിടെ ആയിരിക്കും നിങ്ങൾ ഇമേജ് കാണിക്കേണ്ട, അത്രേ ഉള്ളൂ. എവിടെയാണോ 2 പേരും കൂട്ടിമുട്ടുന്നത് അവിടെയാണ് നിങ്ങൾ ഇമേജ് കാണിക്കേണ്ടത്. ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് ഇവിടെയാണ് ഇങ്ങനെ, അത്രേ ഉള്ളൂ. IM എന്ന ഇമേജിനെയും OB എന്ന ഒബ്ജക്റ്റിനെയും കൂടെ എഴുതി വെച്ചാൽ തീർന്നു. ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കും. സാർ 4 മാർക്കിന് തരുമോ? 4 മാർക്കിന് അവർ ചോദിക്കുക. അതുകൂടെ ആയിരിക്കും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേകതകൾ എഴുതാൻ പറയും. അപ്പോൾ ഇങ്ങനെ എഴുതുക. ഇവിടെ 2 റേസും കൂടെ ആക്ച്വലി കൂട്ടിമുട്ടുണ്ടാക്കുന്ന ഒരു ഇമേജ് അല്ല ഇത്. അപ്പോൾ അത് റിയൽ ഇമേജ് ആണ്. റിയൽ ആണെങ്കിൽ എപ്പോഴും തലകുത്തനെയും കൂടെ ആയിരിക്കില്ലേ? ഒബ്ജക്റ്റ് ഇങ്ങനെ ആണെങ്കിൽ ഇമേജ് തലകുത്തനെയല്ലേ? ഇൻവേർഡ് ആയിരിക്കും, തല കീഴായിട്ടുള്ള ഇമേജ് ആയിരിക്കും. നെക്സ്റ്റ് കാര്യം, ഒബ്ജക്റ്റിനെക്കാളും വലുതാണോ ചെറുതാണോ ഇമേജ്? വലുതാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും, എൻലാർജ്, വലിപ്പം കൂടിയ ഇമേജ് ആണ് മലയാളത്തിൽ. ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി. 3 പ്രോപ്പർട്ടീസ് എഴുതി വെക്കുക, പണി തീർന്നു. ക്ലിയർ ആണല്ലോ? റെഡി ആണല്ലോ? അപ്പോൾ ഈ 5 ചോദ്യങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാതിരിക്കരുത്. ബൈ ദ വേ, ഇതൊരു സ്പെഷ്യൽ കേസാണ്. ഈ കേസ് ചോദിക്കാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. 2Fൻ്റെ പുറകെയുള്ള ബാക്കിലുള്ള കേസും പിന്നെ അല്ലാത്ത ഒരു 5 കേസുകളും കൂടി ഉണ്ട്. അത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ പഠിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈവിൽ വരിക, ഫുൾ സാധനം. ഇത് മാത്രമല്ല, മിററിൻ്റെയും കോൺകേവ് ലെൻസിൻ്റെയും ഒക്കെ പഠിപ്പിക്കുന്നതായിരിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ ചാൻസ് കോൺവെക്സ് ലെൻസിൻ്റെ ചോദിക്കാനാണ്, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യിപ്പിച്ചത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ വീഡിയോയിൽ 5 ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ എക്സ്ട്രാ കാര്യം കൂടെ നിങ്ങൾ ലൈവിലൊക്കെ വന്ന് ചെയ്യാൻ പോവുകയാണെങ്കിൽ മക്കളെ എന്തായാലും കുറച്ച് മാർക്ക് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഇത് മാത്രം പഠിച്ചിട്ട് ഒരു കാരണവശാലും നിങ്ങൾ പോകരുത്. പക്ഷെ ഇത് പഠിച്ചതിൻ്റെ ഗുണം നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും ഉണ്ടാവും. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റിംഗ് ഇടുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ. നമ്മൾ പരീക്ഷ തകർക്കൂട്ടോ, ഇതിലൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക്